Take a piece of bread and sprinkle some water on it. Keep the bread in a warm and dark place. Keep sprinkling water on it too, at regular intervals to keep it moist. Observe after 2 days. Can you see mold growing on it? Observe the shape of the mold with a magnifying glass. You will see fine thread-like projections called hypha and tiny rounded structures called sporangium that contain spores. Carefully take one of these with the help of a tweezers and place it on the glass slide. Cover it with a cover slip and observe it under a microscope. You will be able to see tiny spores. നമ്മൾ ആ വീഡിയോയിൽ കണ്ടത് തന്നെയാണ് ഇത് സംഭവം. നമ്മളൊരു ബ്രെഡ് എടുത്തിട്ട് ഒരു മിനിറ്റ് ഒരു ബ്രെഡ് എടുത്ത് ജസ്റ്റ് ഒന്ന് നനയ്ക്കുക. അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് 2-3 ദിവസത്തേന് അങ്ങനെ ഇടയ്ക്കൊന്ന് നനച്ചു കൊടുത്തോണ്ടിരിക്കുക. എന്നിട്ട് നമുക്ക് അതൊരു ഒരു ഡാർക്ക് റൂമിൽ വെക്കുകയാണെങ്കിൽ ബെറ്റർ, അല്ലെങ്കിൽ തന്നെയും കുഴപ്പമൊന്നുമില്ല. കാരണം പുറത്ത് വെക്കുമ്പോൾ പെട്ടെന്ന് ആ വെള്ളം വലിഞ്ഞു പോകും. അതുകൊണ്ടാണ്. അപ്പൊ ഇരുട്ട് വെള്ളിച്ചൊന്നും കയറുന്നില്ലാത്ത സ്ഥലത്താണെങ്കിൽ ജസ്റ്റ് കുറച്ച് സമയം കൂടെ നനവ് നിൽക്കുമല്ലോ. എനിവേ ഡെയിലി 1-2 തവണ അതും ജസ്റ്റ് നനച്ചു കൊടുക്കുക ചെറുതായിട്ട്, അല്ലെങ്കിൽ അത് കുതിർന്നങ്ങ് വിട്ടുപോകും. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് 2-3 ഡേയ്സ് കഴിയുമ്പോൾ നമ്മൾ അത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ചിത്രത്തിൽ കണ്ടിരിക്കുന്ന പോലെ ബ്ലാക്ക് കളറിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ആ വീഡിയോയിൽ കണ്ടില്ലായിരുന്നു അത് പൊട്ടി പുറത്തോട്ട് വരുന്നത്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഈ 4 പോലത്തെ ഒരു സാധനം, അത് വളരെ ഡെലിക്കേറ്റഡ് ആണ്. വെരി സ്മോൾ വൺ. വി ഷുഡ് ടേക്ക് ഇറ്റ് ഔട്ട് വെരി കെയർഫുള്ളി. ദെൻ കീപ് ഇറ്റ് അണ്ടർ എ സ്ലൈഡ്. ഒരു ഗ്ലാസ് സ്ലൈഡിൽ വെച്ചിട്ട് യൂസ് മൈക്രോസ്കോപ്പ് ആൻഡ് വാച്ച് ഇറ്റ്. അതൊന്ന് ജസ്റ്റ് മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അതിൽ നിന്നും ഈ പറയുന്ന സ്പോർസ് പുറത്ത് വരുന്നത്, സ്പോർസ് ഉണ്ടാകും. അങ്ങനെയാണ് അത് സ്പ്രെഡ് ആകുന്നത്. സ്പോർസിൽ നിന്ന് നമ്മൾ കണ്ടു കുറേ സ്പോർസ് ആണ് ഒന്നിച്ച് പുറത്തോട്ട് വരുന്നത് അല്ലേ. അപ്പൊ കുറേ എണ്ണം അങ്ങനെ അങ്ങ് വരും. ഓക്കെ, അത്രേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാം. പക്ഷെ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിൽ മൈക്രോസ്കോപ്പ് ഇല്ലാത്തതുകൊണ്ട് കാണാൻ പറ്റില്ല. പക്ഷെ എല്ലാം കൂടി ആകുമ്പോഴത്തേനും നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും, ബ്ലാക്ക് ആയിട്ട് മാറിയിരിക്കുന്നത്. ബ്രെഡൊക്കെ വാങ്ങിച്ച് പൂപ്പിൽ 2 ദിവസം കഴിയുമ്പോഴത്തേനും അല്ലെ ആക്ച്വലി 7 days ആണ് അതിന്റെ അവർ വാലിഡിറ്റി പറയുന്നത്. ആ 7 days കഴിയുമ്പോൾ നമുക്കറിയാം ചിലപ്പം 7 days പോലും ആകണ്ട, അതിന് മുന്നേ ആകും. മഴക്കാലത്തൊക്കെ പെട്ടെന്ന് പൂപ്പൽ പിടിക്കും, തണുപ്പുണ്ടല്ലോ, മോയ്സ്ചർ ആണല്ലോ, അതുകൊണ്ട്. നെക്സ്റ്റ് വൺ ഈസ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ. ഫസ്റ്റ് ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ ബഡിങ്, സ്പോറ് ആണ്. ഇനി നമ്മൾ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ. എന്താണ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ? ഇൻ ദ പ്രീവിയസ് ക്ലാസ്, ഐ തിങ്ക് Tuesday's class, we studied the flower of a plant is known as the reproductive organ. Reproductive organ എന്ന് പറയുന്നത് ഒരു പ്ലാന്റിന്റെ നമ്മൾ ഫ്ലവറിനെയാണ് വിളിക്കുന്നത്. കാരണം ഫ്ലവർ വിൽ ടേൺ ഇൻ ടു fruit will turn into seed, and from there we will get that dry seeds, and that seed will turn into new plant. അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഫ്ലവറിനെ നമ്മൾ റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്നാണ് പറയുന്നത് പ്ലാന്റിന്റെ. പക്ഷെ ഫ്ലവറിൽ നിന്ന് മാത്രമല്ല നമുക്ക് റീപ്രൊഡക്ഷൻ നടക്കുന്നത്, വേറെ മെത്തേഡ്സ് ഉണ്ട് അല്ലെ. ബാക്കി പാർട്സുകളെ, ഫ്ലവർ ഒഴികെ പ്ലാന്റിന്റെ, ഒരു ട്രീയുടെ അല്ലെ ഒരു പ്ലാന്റിന്റെ ബാക്കി എല്ലാ പാർട്സിനെയും നമ്മൾ പറയുന്ന പേരാണ് വെജിറ്റേറ്റീവ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പാർട്ട് ഓഫ് എ പ്ലാന്റ് എന്ന് പറയുന്നത്. എക്സെപ്റ്റ് ഫ്ലവേഴ്സ്. പ്ലാന്റില് ലീവ്സ് ഉണ്ട്, റൂട്ട്സ് ഉണ്ട്, സ്റ്റെംസ് ഉണ്ട്, ഇതൊക്കെ ഉണ്ട് അല്ലേ. ഇതിനെല്ലാം നമ്മൾ പറയുന്നത് വെജിറ്റേറ്റീവ് പാർട്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. വെജിറ്റേറ്റീവ് പ്രൊഡക്ഷൻ മീൻസ് ദ റീപ്രൊഡക്ഷൻ ദാറ്റ് ഈസ് ഡൺ ബൈ ഓർ that is done by the other parts of the plant except flowers. ഫ്ലവേഴ്സിൽ നിന്ന് സീഡായിട്ട് പുതിയ ന്യൂ പ്ലാന്റ് ഉണ്ടാകുന്നതിന് പകരം റൂട്ടിൽ നിന്നും സ്റ്റെമ്മിൽ നിന്നും ലീവ്സിൽ നിന്നും ഒക്കെ ഉണ്ടാകുന്നതാണ്. ഓക്കെ, first when new plants are produced from the vegetative parts of the mother plant, such as root, stem or leaves, without the help of any reproductive organs, it is known as a vegetative reproduction. So if a new plant comes out from a plant, except from the reproductive parts, that is ഫ്ലവറിൽ നിന്നല്ലാതെ പുതിയ പ്ലാന്റ് ഉണ്ടാകുന്ന എല്ലാ ഇതിനെയും നമ്മൾ എന്താന്ന് പറയുന്നത് വെജിറ്റേറ്റീവ് reproduction. Many plants like a cacti and strawberry reproduces by vegetative reproduction. Vegetative reproduction in some plants are discussed below. ചില പ്ലാന്റ്സിൽ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള റോസ പ്ലാന്റ്, അതിനെ നമ്മൾ എന്താ ചെയ്യുന്നത് പുതിയൊരു പ്ലാന്റിന് വേണ്ടിയിട്ട്? ഫെയ്ത്ത്, ഡു യു ഹാവ് റോസ് പ്ലാന്റ് അറ്റ് ഹോം?
What we will do to get a new plant from that? Miss, അതിന്റെ തണ്ട് മുറിച്ചിട്ട് വേറെ നടും. Very good. We will cut the stem and then we will plant, isn't it? And do you know how potato plant will new plant will come? എങ്ങനെയാണ് പൊട്ടറ്റോയുടെ ന്യൂ പ്ലാന്റ് വരുന്നതെന്ന് അറിയാവോ? എങ്ങനെയാ? പൊട്ടറ്റോ താഴോട്ട് മണ്ണിനടിയിലേക്ക് വളരുന്ന ഒരു ഭാഗമാണ് അല്ലേ? സ്റ്റെം ആണ് ശരിക്കും, സ്റ്റെം പോലെ തന്നെ താഴോട്ട് വളരുന്നതാണ്. അതിൽ ബഡ്സ് ഉണ്ടാകും. ആ ബഡ്സിൽ നിന്നാണ് പൊട്ടറ്റോയുടെ ന്യൂ പ്ലാന്റ് ഉണ്ടാകുന്നത്. ഓക്കെ, when new plants are some plants such as potato reproduce through stem tubes. A stem tuber is the swollen part of the stem that stores food underground. പൊട്ടറ്റോയുടെ നിങ്ങൾ ഐ തിങ്ക് ഇനി 6th സ്റ്റാൻഡേർഡിൽ നിങ്ങൾ പഠിച്ചാന്ന് തോന്നുന്നു. പൊട്ടറ്റോയുടെ റൂട്ട്സിൽ ശരിക്കും നമ്മൾ പറയും കിഴങ്ങെന്ന് പറയും മണ്ണിനടിയിലുള്ള റൂട്ടാണെന്ന്. ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് എ റൂട്ട്, അത് റൂട്ട് അല്ല. ഇൻസ്റ്റഡ് വാട്ട് ഈസ് ദാറ്റ്? It is a underground grown stem in which the plant stores food. എന്ന് പറഞ്ഞാൽ ഒരു പ്ലാന്റിന്റെ സ്റ്റെം താഴോട്ട് വളരുന്നതാണ്. ആ വളരുന്ന ഭാഗത്ത് അതിന്റെ ഫുഡെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ്. അതാണ് നമ്മൾ ഉരുളക്കിഴങ്ങാന്ന് പറഞ്ഞ് പറിച്ചെടുക്കുന്നത്. മനസ്സിലായോ? ശരിക്കും റൂട്ട് അല്ലത്, ആക്ച്വലി സ്റ്റെം താഴോട്ട് വളരുന്നതാണ്, തണ്ട്. സ്റ്റെം ട്യൂബർ ഈസ് എ swollen part of the stem that stores food underground. A potato has small buds on its surface called eyes. Each bud can grow into a new plant. Let me try. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. Okay, see, bud of a potato. നിങ്ങളുടെ വീട്ടിൽ പൊട്ടറ്റോ വാങ്ങി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? Do you have potatoes at home now? വീട്ടിലുണ്ടോ? ഓക്കെ, ഇത് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് എടുത്തു നോക്കുക. ഇങ്ങനെ ചെറിയ ചെറിയ ഇതിന് പറയുന്നത് ഐസ് എന്ന് പറയുന്നത് ഐ ഓഫ് എ പൊട്ടറ്റോ. ഇങ്ങനെ പച്ച കളറും വന്നിട്ടുണ്ട് മിസ്, ഇങ്ങനെ പൊങ്ങിയിട്ട്. പൊങ്ങിയിട്ട് ഇതാ ഇപ്പുറത്തൊക്കെ ചിത്രത്തിൽ കാണാം. ഇതാ ഇവിടുത്തെ ഈ ചിത്രത്തിലുണ്ട്. ആക്ച്വലി ഈ പാർട്ടാണ് കട്ട് ചെയ്ത് കുഴിച്ചു വെക്കുന്നത്. ഇത്ര ഈ ബഡ്സ് ഇങ്ങനെ പുറത്തോട്ട് വന്നിട്ടില്ലേ, ലീവ്സ് പോലെ, അതായത് മുള വന്നിട്ടില്ലേ, ആ മുള വന്ന ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ട് ചെറിയ കഷ്ണം ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഫാർമേഴ്സ് നടുന്നത്. നമ്മൾ ആക്ച്വലി നമ്മൾ ടൊമാറ്റോ ഒക്കെ കൃഷി ചെയ്യാറുണ്ടെങ്കിലും പൊട്ടറ്റോസ് നമ്മുടെ നാട്ടിൽ അധികം കൃഷി ചെയ്യാറില്ല അല്ലേ? ഓക്കെ, Activity 3, experimental investigation, vegetative reproduction in potato. Take a potato and observe its surface. Can you see several buds called eyes on it? കണ്ടിട്ടുണ്ടാകും, ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ടാകും അല്ലേ? ഷോണ് കയറിയിട്ടുണ്ട് അടുക്കളല്ലോ. ദിയ പെണ്ണ് കയറിയിട്ടുണ്ടോ? ദിയ ഓ എന്റെ കർത്താവ്, എനിക്ക് വയ്യ. സംഭവ സ്ഥലത്ത് എത്തിച്ചു. ഒന്നുകൂടെ കാണിച്ച ക്ലിയർ ആയിട്ട്. ഇച്ചിരൂടെ ക്യാമറയോട് അടുപ്പിച്ചു പിടിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ക്ലിയർ ആയിട്ട് കാണാം. കണ്ടോ അതിന്റെ ബഡ്സ് ഒക്കെ? എല്ലാവരുടെയും വീട്ടിലുണ്ടല്ലോ അല്ലേ? ജസ്റ്റ് ആഫ്റ്റർ ദ ക്ലാസ് യു ക്യാൻ സി. വെരി ഗുഡ്. അതിനിടയ്ക്ക് അടുക്കളയ്ക്ക് ഓടിയായിരുന്നോ? അതേ നീ അടുക്കള ഇരുന്നാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നേ? അല്ല, ഷെഫിയോട് പറഞ്ഞെടുത്തിട്ട്. ഓഹോ, വെരി ഗുഡ്. എനിവേ, നെക്സ്റ്റ്, ന്യൂ പ്ലാന്റ്സ് ആർ ഓൾസോ പ്രൊഡ്യൂസ്ഡ് ബൈ പാർട്സ് ഓഫ് അണ്ടർഗ്രൗണ്ട് സ്റ്റെംസ് ഇൻ ജിഞ്ചർ. ജിഞ്ചറിന്റെ ഇതുപോലെ തന്നെയാണ്. നിങ്ങളുടെയൊക്കെ വീട്ടിൽ ജിഞ്ചർ കൃഷി ചെയ്യാറുണ്ടോ? ഓക്കെ, അതും അണ്ടർഗ്രൗണ്ട് റൂട്ട് അല്ല, ആക്ച്വലി അണ്ടർഗ്രൗണ്ട് സ്റ്റെം ആണ്.
ഈ പൊട്ടറ്റോ ജിഞ്ചർ ഇങ്ങനെയുള്ളത് നമ്മൾ വിചാരിച്ചോണ്ടെങ്കിൽ റൂട്ട് ആണെന്ന് അല്ലെ, കപ്പയുടെ കിഴങ്ങ് പോലെ. പക്ഷെ ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് റൂട്ട്. ഇൻസ്റ്റഡ് ഇറ്റ് ഈസ് അണ്ടർഗ്രൗണ്ട് സ്റ്റെം. മണ്ണിന്റെ അടിയിലേക്ക് സ്റ്റെം ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി പോകുന്നതാണ്. അത് നമ്മൾ അടിച്ചു മാറ്റി തിന്നുന്നതാണ് ഈ ജിഞ്ചറും പൊട്ടറ്റോയും ഒക്കെ. അവർക്കുള്ള ഫുഡ് അവർ ശേഖരിച്ചു വെക്കുന്നതാ അല്ലേ? യെസ്, അവരുടെ ഫുഡ് നമ്മൾ അടിച്ചു മാറ്റി തിന്നുന്നത്, കള്ളന്മാര്. നമ്മള് കള്ളന്മാര്. യാ, നമ്മള് കള്ളന്മാര്. കാരണം അവരുടെ ഫുഡ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നതാണ് അവർക്ക് വാർദ്ധക്യ കാലത്തൊക്കെ കഴിക്കാൻ വേണ്ടിട്ട്. അത് നമ്മൾ എന്ത് ചെയ്യും? നേരത്തെ ഇങ്ങോട്ട് പറിച്ചെടുത്തോണ്ട് വരും. ഓക്കെ. ആൻഡ് ഫോം ബൾബ്സ് ഇൻ ഓണിയൻ, ലില്ലി ആൻഡ് ടുലിപ്പ്. ബൾബ്സ് ആർ അണ്ടർഗ്രൗണ്ട് സ്റ്റെംസ് വിത്ത് തിക്ക് ലീവ്സ്. ഓക്കെ. അപ്പൊ ഈ ബൾബ്സ് എന്ന് പറയുന്നതും ബഡ്സ് എന്ന് പറയുന്നതും ഒക്കെ അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മില് ഈ പറയുന്ന ജിഞ്ചറിനും ഓണിയനും ഒക്കെ ഉണ്ടാകുന്ന അതാണ്. അതിൽ നിന്നും പുതിയ ഉണ്ടാകുന്നു. ഇനി സ്ക്രീൻ അത് കാണിച്ചു തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ? സ്ക്രീൻ ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ലോ. ജിഞ്ചർ, ഓണിയൻ. നിങ്ങളുടെ വീട്ടിൽ മുളച്ച ഉള്ളി ഉണ്ടോ? ഇല്ല. ഇനിയിപ്പം ഷെഫിയോട് ചോദിച്ച ഷോണെ, ഷാജന്റെ പേര് വന്നിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. അതെന്താണെന്ന് വെച്ചാൽ ഡ്യൂറിങ് റെയിനി സീസൺ ഓൾമോസ്റ്റ് ഓൾ ദ ഓണിയൻസ് വിൽ ഗെറ്റ് ലൈക്ക് ഒരു ഷൂട്ട്, മുളയുണ്ടായിരിക്കും. പക്ഷെ ഇപ്പൊ ഈ സമ്മർ സീസൺ വെയിലൊക്കെ ആയതുകൊണ്ട് അങ്ങനെ വരാൻ സാധ്യത കുറവാണ്. പിന്നെ നമ്മൾ ഇഫ് യു ആർ ബൈയിങ് 1 kg, half kg like that, when all within few days it will be over, isn't it? But in rainy season, when it is cold climate and wet and all, there is possibility അതിന് കൂടുതൽ ഷൂട്ട് വരും. ഇനിയിപ്പം വാങ്ങുന്നതാണെങ്കിൽ നമ്മൾ കുറച്ച് ദിവസത്തേന് വെച്ചാൽ ചിലപ്പം മുളച്ചെന്ന് വരും, ചിലപ്പം മുളച്ചെന്ന് വരത്തില്ല, കാരണം ചീഞ്ഞു പോകും. മണ്ണി കുഴിച്ചിട്ടാൽ ചിലപ്പോൾ മുളച്ചു വരും. ഓക്കെ. Next activity for experimental investigation: vegetative reproduction in onion. Plant a few onion bulbs in the soil in a pot. Water them regularly. Can you observe any growth after 2-3 days? Let the plants grow fully. Then dig out one plant and observe what the bulb looks like. അപ്പൊ നമ്മളത് ഒരു ഉള്ളി നടാനാ പറഞ്ഞത്. അമ്മ കാണാതെ ഓരോന്ന് അടിച്ചു മാറ്റിക്കോ കേട്ടോ, എന്നിട്ട് കുഴിച്ചിട്ടോ. Then water it and then leaves may come. After few months, എത്ര മന്ത്സ് എന്നൊന്നും എനിക്കറിയില്ല, ആഫ്റ്റർ ഫ്യൂ മന്ത്സ് എന്ത് ചെയ്യണം? നമ്മളത് ജസ്റ്റ് പറിച്ചു നോക്കണം കുറച്ച് നാൾ കഴിയുമ്പോൾ. അപ്പൊ നമുക്ക് ബൾബ്സ് കാണാൻ പറ്റും. In some plants such as strawberry and grass, the main plant develops side shoots which have buds that grow into new plants. In some plants, the main plant or the mother plant will develop a side shoot. Side shoots to grow smaller ones. അതായത് ചില ഈ പുല്ലുകളും ഇതൊക്കെ കണ്ടാൽ അതിന്റെ സൈഡിൽ നിന്നും മുളച്ച് പുതിയ പ്ലാന്റ് വന്നിട്ടുണ്ടാവും. ഞാനിവിടെ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കാണിക്കാൻ നോക്കട്ടെ. strawberry. Okay, strawberry. ഈ സ്ട്രോബെറി പ്ലാന്റിന്റെ ഒക്കെ സൈഡിൽ നിന്നും പുതിയ പ്ലാന്റ് മുളച്ചു വരും. ഇവിടെ നിന്നൊക്കെ മുളയ്ക്കുന്നുണ്ട്. യു ക്യാൻ സീ ഓർ നോട്ട്? നോക്കട്ടെ വേറെ ഏതെങ്കിലും കാണിക്കാൻ പറ്റുന്നു, ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോന്ന്. എന്താ ഈ പിക്ചർ നോക്കൂ, പോയത്? ഓക്കെ, സീ ദിസ് സ്ട്രോബെറി റണ്ണർ. ഈ പ്ലാന്റിന്റെ സൈഡിൽ നിന്നും ഒരു ഷൂട്ട്, ഒരു ഇതിങ്ങനെ നീണ്ടു വന്നിട്ട് അടുത്ത പ്ലാന്റ്. ഇനി ഇതിൽ സ്റ്റാർട്ട് ചെയ്തു ഓൾറെഡി, ഇതിൽ നിന്നും അടുത്തത്. സീ ദിസ് ഗ്രോൺ വണ്ണ് ക്രൗണ്. ഇത്
പിന്നെ ശരിക്കുമുള്ള ബിഗ് പ്ലാന്റ്, ഒറിജിനൽ പ്ലാന്റ്. അതിന്റെ സൈഡിൽ നിന്നും കണ്ടോ റണ്ണർ, ഒരു വള്ളി പോലെ ഒരു സാധനം വന്നു അടുത്ത്. നിങ്ങളുടെ ഒക്കെ വീട്ടിലെ കുളത്തിലൊക്കെ ആഫ്രിക്കൻ പാൽ എന്ന് പറഞ്ഞൊരു സാധനത്തെ കണ്ടിട്ടുണ്ടോ? അറിയില്ല. ഷോണൊക്കെ പോയോ ലൈനിൽ നിന്ന്? ഓക്കെ. ആഫ്രിക്കൻ പാൽ എന്ന് പറഞ്ഞൊരു സാധനത്തെ കണ്ടിട്ടുണ്ടോ? നമ്മളുടെ കുളത്തിലൊക്കെ കാണുന്നതാണ്. ഇങ്ങനെ ഒരു എന്താ പറയുക, ഫ്ലവർ പോലെ ഇരിക്കും, പക്ഷെ ഗ്രീൻ കളറാണ്. അതിൻ്റെയൊക്കെ വേറെ ഇങ്ങനെ പൊട്ടി പുതിയത് മുളച്ചു വരും അല്ലേ? അതുപോലെ. നെക്സ്റ്റ്, new plants are also obtained from leaves, roots and shoots of some plants. The leaf of Bromelium has many buds on its margin. These buds give rise to new plants. Bromelium-ത്തെ കുറിച്ച് അറിയാവുന്നതാണ് അല്ലേ? Bromelium plants. Okay, this is Bromelium plant. See this picture. ഈ Bromelium പ്ലാന്റിന്റെ ഈ പിക്ചർ നോക്കിയേ. ഈ ലീഫിൽ കണ്ടിട്ടുണ്ട്. Okay. When I was taking in 5th standard class, your sister has brought it and showed me. When you went to Changanasheri somewhere. ഡാഡിയുടെ അടുത്തുണ്ട്. ഉണ്ടോ? പക്ഷേ when she went to Changanasheri and somewhere from there she also. Okay. See this. ഈ സൈഡിൽ നിന്ന് ഷൂട്ട് ചെയ്ത പുതിയ ലീവ്സ് വരുന്നു കണ്ടാ? ഓക്കെ. Then go. The leaf of Bromelium has many buds on its margin. ഈ മാർജിനിൽ കുറെ buds ഉണ്ട്. These buds give rise to new plants. പുതിയ പ്ലാന്റ്സ് ഉണ്ടാകാൻ ഹെൽപ്പ് ചെയ്യും. ഇതെല്ലാം ഈ പ്ലാന്റിന്റെ. നെക്സ്റ്റ് ഇതുപോലെ തന്നെയാണ് നമ്മുടെ കാക്ടീരിയ ഒക്കെ ലീഫിൽ നിന്നാണ് അടുത്ത ഇതുണ്ടാകുന്നത്. Sweet potato is grown by cutting its swollen roots into parts and planting them in the soil. In sweet potato, we almost everybody is having at home, isn't it? The sweet potatoes is replanted, or means it is planted by cutting its swollen roots. അതിന്റെ കട്ടിയുള്ള റൂട്ട് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ അതിന്റെ സ്വീറ്റ് പൊട്ടറ്റോ നമ്മൾ താഴെ ഭാഗത്ത് നമ്മൾ കണ്ടില്ലേ? ഓക്കെ, ഒന്ന് ക്ലിയർ ആയിട്ട് കാണിച്ചേ ഫെയ്ത്ത്. എടാ കുഞ്ഞ, നിന്റെ ലൈറ്റിൽ അത് കാണുന്നില്ലോടാ. നീ വേര് മാത്രമേ കാണുന്നുള്ളൂ. ലീഫ് ഇങ്ങനെ ചരിച്ചു പിടിക്കുക. അത് Bromelium തന്നെയാണോ? ഇലമുളച്ചി എന്ന് പറയുന്നേ? ഇത് ചങ്ങനാശ്ശേരിന്ന് കൊണ്ടുവന്നതാ. അടിച്ചു മാറ്റി കൊണ്ടുവന്നാണോ? ഓക്കെ, നീ എൻ്റെ ഒരു ഫോട്ടോ എടുത്ത് നമ്മുടെ 7th ക്ലാസ് ഗ്രൂപ്പിൽ ഒന്നിരുന്നേ. ഓക്കെ, ശരി. If money plant parts and planting them in the soil. In money plant, new plants can grow from shoot of the parent plant. Parent plantന്റെ ഷൂട്ടിൽ നിന്നുമാണ് നമ്മൾ അടുത്ത പ്ലാന്റിനെ നടുന്നത്. അങ്ങനെ. In gladiolus, take a small piece of the shoot of a money plant, plant it in the soil in a pot, observe its growth. Okay. അത് നമുക്കൊന്നുകൂടെ നോക്കാം. Bromelium കഴിഞ്ഞ മണി പ്ലാന്റ്. Okay, this is money plant. ഓൾമോസ്റ്റ് എല്ലാവരുടെയും തന്നെ വീടുകളിൽ ചട്ടിയിലൊക്കെ ആയിട്ടുണ്ടാവും. അല്ലാത്തവർ ഇങ്ങനെ മുറ്റത്ത് മരത്തേലൊക്കെ കയറ്റി വിട്ടിട്ട് ഉണ്ടാകും അല്ലേ? ഇതിന്റെ എങ്ങനെ ഉണ്ടാകുന്നത്? ഇതിന്റെ സൈഡിൽ ഇങ്ങനെ ഈ ചട്ടിയിലൊക്കെ ഉള്ളതിന്റെ ഇതിന്റെയൊക്കെ സൈഡിൽ ഇങ്ങനെ പുതിയതായിട്ട് ഉണ്ടാവുകയും ചെയ്യുന്നത് മണി പ്ലാന്റിന്റെ. This is not money plant. What type of money plant? ഇത് താഴത്തൊക്കെ കണ്ടിട്ടുള്ള മണി പ്ലാന്റുകളൊക്കെയാ. ഓക്കെ, in gladiolus, the stems are short and swollen with the stored food.
ഗ്ലാഡിയോല പൂക്കൾ കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഉള്ളിയുടെ ഇല പോലെ ഇരിക്കും, എന്നിട്ട് ഇങ്ങനെ കുറേ നീളത്തില് പൂവൊക്കെ ഉള്ളേ. ഞാൻ നോക്കട്ടെ അടിച്ചാൽ കിട്ടുമെന്ന്. ഇതാണ് ഗ്ലാഡിയോല. അറിയത്തില്ലേ? ചിലവട്ടൊക്കെ വീടുകളിൽ കാണും. നമ്മുടെ ഇവിടെ കുറവാണ്, ചില ക്ലൈമറ്റിൽ അത് പിടിച്ചു വരത്തില്ല. ഓക്കെ, കണ്ടോ അങ്ങനെ പല കളറിലുള്ള പൂക്കൾ കഴിക്കുന്നത്. ഓക്കെ, see this, very nice, isn't it? Okay, the stems are short and the stems അധികം ഇതില്ല, short ആണ്, and short and swollen with the stored food. They are called combs and can separate from each other to form a new plant. അപ്പൊ ഇതിന്റെ ഓരോന്നിങ്ങനെ അടർത്തി എടുത്ത് നമ്മുടെ, ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, നമ്മുടെ കരിമ്പില്ലേ, ഷുഗർ കെയിൻ അങ്ങനെയല്ല, ഓരോ ബണ്ടിൽ ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന്, അങ്ങനെയല്ലേ? ഒരെണ്ണം നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് നടാൻ പറ്റും അല്ലേ? ഓക്കെ, ലൈക്ക് ദ സെയിം വേ. The combs can separate from each other to form a new plant. In plants, cells of only a specific tissue can divide, and therefore growth occurs only at places where such a tissue is present. ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ ന്യൂ പ്ലാന്റ് ഉണ്ടാകുന്നത് വെച്ചാല്, യൂഷ്വലി നമ്മുടെ ടൈം ക്ലാസ് ഇപ്പൊ കട്ടാകും. എനിവേ, ഹൗ പ്ലാന്റ്സ് വിൽ ലെസ് ദാൻ 1 minute, 1 minute പോലും ഇല്ല. ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്തേക്കാം അല്ലേ? ബൈ.